ആണ്ടേ കോള് പെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടെ വാരിയിടണം. ആ നില്ലേ, എവിടെ പോവാ? ആണ്ടേ ഈ ഒറ്റാലൊന്ന് തിരിച്ചു പിടിച്ചേ. അത് ശരി. ഇത്രയും പണി ചെയ്താ കിട്ടുന്ന എന്തുവാ? ഉരിച്ചു വേവിച്ച ചട്ടി പറ്റാൻ പാകത്തിന് ഇച്ചിരി പരലല്ലയോ? അതിന് ഒരാള് പണിഞ്ഞാ മതി. എന്തുവാ നോക്കുന്നേ? എന്റെ കയ്യ് എനിക്ക് നോവുന്നു. അല്ലേ ഇതെന്തുവാ മനുഷ്യനെ കാണാത്തതിന്റെ കണക്ക് നോക്കുന്നേ? എന്റെ കയ്യെന്ന് വിടാൻ. എന്തുവാടി, നിന്നെ എനിക്ക് നോക്കിക്കൂടായോ? നീ നീങ്ങി നിന്നെ ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് നോവുന്നു. ഞാൻ പറഞ്ഞേ എന്റെ കയ്യെന്ന് വിടാൻ. എനിക്ക് നോവുന്നെന്ന്. ഇതെന്തുവാ? എന്റെ കയ്യെന്ന് വിടാൻ ഞാൻ പറഞ്ഞേ. ഒന്ന് കാണട്ടേടി. എന്റെ കയ്യെന്ന് വിട്. ഇങ്ങോട്ടിരിയടി. വിടാനല്ലേ പറഞ്ഞേ. ഇങ്ങോട്ടിരി. ഇതെന്തുവാ? ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഒന്ന് കാണട്ടെ എന്ന്. ഇങ്ങോട്ടിരിയടി. നിനക്കെന്തോടി ഞാൻ വിളിച്ചാ വരാനെ കൊണ്ടൊരു വിഷമം? നൊമ്പത്തെ കണക്ക് നിനക്കൊരു എമ്പമില്ലല്ലോടി. മതി കുടിച്ചത്. കാലത്തെ മുതൽ മോന്തുവാ. രക്ഷകനെ, ഇതെന്തോ നോട്ടവാ? എന്തോടി എന്റെ നോട്ടം നിനക്കിപ്പോ പിടിക്കത്തില്ലയോ? ഇതെന്തുവാ ഒരുമാതിരി മുള്ളു വെച്ച് വർത്താനം പറയുന്നേ? അല്ലേ മുള്ളേ ചവിട്ടിയ ഞാനല്ലേ? എന്റെ ഉപ്പൂറ്റിയല കാരമുള്ളു കൊണ്ടേ. ഉള്ളി കൊള്ളുന്ന വർത്താനം പറഞ്ഞ ആരാ? എടീ നിനക്ക് എന്നെ പോരായോ? ചോദിച്ചു കേട്ടില്ലൂടി, നിനക്ക് എന്നെ പോരായോന്ന്? നിനക്ക് എന്നെ പോരായോന്ന് പറയടി. പൂങ്കണ്ണീരൊന്നും വേണ്ട. ചോദിക്കുന്നതിന് നേര് പറയണം. തങ്കച്ചൻ ഒന്നേ ചോദിക്കത്തുള്ളൂ. പറയുന്ന നേരാന്നേ നിനക്ക് കൊള്ളാം. എന്തുവാ എന്തുവാ അറിയണ്ടേ? ചോര്, ഞാൻ നേരെ പറയത്തുള്ളൂ. നിനക്ക് എടമലയാറ്റി ചന്തയ്ക്ക് കച്ചവടത്തിന് വരുന്ന ഒരു തെക്കനുമായിട്ട് ഇടപാടുണ്ടെന്ന് പറയുന്നു. അത് നേരാന്നോന്ന്. തങ്കച്ചന് മറവൊന്നുമില്ല. ചോദിച്ചതിന് മറുപടി പറഞ്ഞേ നീ. ആരാന്ന്? ആരാന്നാ ചോദിച്ചേ? അല്ല, ഞാനങ്ങ് തെക്കുന്നാ. ചന്തേ വന്നയാ. കച്ചവടം തീർന്നപ്പോഴേ ഒരു ഇച്ചിരി ഇടം കിട്ടി. അപ്പോഴാ ഇവിടെ എങ്ങാണ്ട് ഒരു മാവന്റെ മോൻ താമസിക്കുന്ന കാര്യം ഓർത്തെ. എപ്പോഴും വിചാരിക്കും വരണമെന്ന്, പക്ഷേ നടക്കത്തില്ല. എന്നാ പിന്നെ ഇന്നിപ്പോഴത്തെ അമ്മയുണ്ടല്ലോ, കണ്ടേച്ചും പോവാലോ എന്ന് കരുതി. ചേടാ, ഇനി ഞാനെന്ത് വേണം? ഇയാള് മാവന്റെ മോനെ കാണണേന് ഞാനെന്ത് വേണമെന്നാ? മാവന്റെ മോന്റെ പേരെന്തുവാ? കൊച്ചിയർക്കൻ. അല്ല, കൊച്ചു രാമൻ. എന്താടോ, ഒരാൾക്ക് രണ്ടുപേരോ? അല്ല, കൊച്ചിയർക്കൻ എന്ന് മാവന്റെ പേരാ. മാവന്റെ മോനാ കൊച്ചുരാമൻ. ചെമ്പഴഞ്ഞിലെന്നാ വീട്ടുപേര്. ചെമ്പഴഞ്ഞിലോ? അങ്ങനെ ഒരു വീട് ഈ കരയിലില്ലല്ലോ. ഇല്ലയോ? ആ പുരുഷൻ ചേട്ടൻ എന്ന് പറഞ്ഞ അവൻ അറിയും. പുരുഷൻ ചേട്ടനോ? അതാരാ? ഓ, അത് പറഞ്ഞില്ലല്ലയോ? അത് ഞാനാ.
ഇയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? തെക്കുംതല പുരുഷനെന്നാ. എന്താ? ചെമ്പഴഞ്ഞിയിലെന്നും പറഞ്ഞ ഒരു വീട് ഈ കരയിലില്ല. തന്നെയല്ല, ഇവിടെ ഇങ്ങനെ കൊച്ചിരാമനും ഇല്ല, കൊച്ചിയർക്കനും ഇല്ല. ഇയാള് ചെന്നാട്ടെ. അപ്പുറത്തെ കരയെ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ പോ. ഇവിടെ ഒന്നും മിഴിക്കണ്ട. ഈ കരയെ ഇച്ചര മോശവാ. പെണ്ണമ്മോ, ഇറങ്ങണം കേട്ടോളെ. ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഇയാള് പറയുന്ന പോലെയാ കാര്യങ്ങളെങ്കിൽ ചിലപ്പോ പ്രശ്നം കയറിയങ്ങ് കടുക്കും. ഈ കരയാന്നേ നമുക്കൊരു വാക്കില്ലാത്ത ഇടവാ. കന്നേലെ കടവത്ത് പണ്ടൊരു പ്രശ്നത്തിന് നമ്മളോട് കണക്ക് തീർക്കാനെ കൊണ്ട് കുറച്ചാളുകൊണ്ട്. അല്ലേലും കാര്യം വരുമ്പോ കരക്കാരൊക്കെ ഒന്നാവുന്ന്. ഓ, എല്ലാം കൂടെ വെച്ച് നോക്കിയാ നമ്മൾ ഇച്ചിരി പിറക്കെ നിൽക്കുന്ന നല്ലത്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നു ഇയാൾക്ക്? അല്ല, അവിടെ ആമ്പറന്നോന്റെ പേരെന്താ വന്നാ പറഞ്ഞേ? തങ്കച്ചൻ. തങ്കച്ചനോ പൊന്നച്ചനോ എന്തോ ആയാലും അവനും ആള് കൊള്ളരുതാത്തവനെന്നാ പറയുന്നത്. എല്ലാം കൂടെ വെച്ച് അണ്ടേ നമുക്കിപ്പോ അങ്ങ് സ്ഥലം വിടാം. അത് പറ്റത്തില്ലെടുക്കളെ. ചേടാ, പേടിച്ചോടാനൊന്നും അല്ല ഞാൻ പറഞ്ഞേ. ഇച്ചിരി തഞ്ചത്തി കാര്യം തീർക്കാനാ. തഞ്ചവും പടുതിയും നോക്കുന്ന നേരം കഴിഞ്ഞ് ഇനി നേർക്ക് നേരാ. അല്ലേ, എത്ര നാളാന്ന് പറഞ്ഞാ പാത്തും പതുമയും മൂക്കിത്തൊട്ടും നടക്കുന്നേ. എക്കേനും കൂടെ ഒരു അറുതി വേണം, അല്ലേ പറ്റത്തില്ല. കുഞ്ഞനായ ഇടുക്കളേച്ചാ, ഞാനാ തോട്ടിക്ക് തൈപ്പ് കെട്ടിയെങ്കിൽ മാങ്ങ ഞാൻ പറിക്കും. അല്ലാതെ കാക്കയ്ക്കും വാവലിനും കൊത്താനും ചപ്പാനും കൊടുക്കത്തില്ല ഞാനത്. കുഞ്ഞനായ വാശി പറയല്ലേ. എങ്ങാണ്ട് കിടന്നൊരു പെണ്ണിനും വേണ്ടി കൈ ചുരുട്ടി കാണിക്കണോ നമ്മള്? ഇടുക്കളേച്ചാ, എനിക്കിപ്പോ തെറ്റും ശരിയും അറിയത്തില്ല. എനിക്ക് ഒന്നേ അറിയത്തുള്ളൂ. എന്റെ കണ്ണി നോക്കിക്കൊണ്ട് പറ. ഇവിടുന്ന് ഒളിച്ചു പോണേ പറ. അല്ലേ, എന്റെ കണ്ണി നോക്കിക്കൊണ്ട് തന്നെ തന്നേ. ആണ്ടേ, ഇതിലോട്ട് ഇയാളുടെ കൈയും കൂടി ചേർത്ത് വയ്ക്ക്. കുഞ്ഞനായേ, പണ്ട് കച്ചവടത്തിൽ പങ്കിന് നമ്മൾ ചേർത്ത് കൈ രണ്ടൂടല്ല, ചങ്കല്ലയോ? ചങ്ക് രണ്ടൂടല്ലയോ? നീ വരുത്തമാർക്ക് മോന്താക്കി കൊല്ലടാ. ചന്തയ്ക്ക് വന്ന തെക്കനെന്തിയടാ? ഇറങ്ങി വേടാ മായേ. മല്ലൂക്കര ആമ്പർന്നോമാരുടെ കൈക്കരുത്ത് അറിഞ്ഞിട്ട് പോയാ മതി. നീ തങ്കച്ച വാലും ചുരുട്ടി ഇരിക്കാതെ ഇറങ്ങി വാടാ. തങ്കച്ച, നീ ഇടങ്ങേറാക്കല്ലേ, പറയുന്ന കേക്കും. തങ്കച്ച, നീ ഇറങ്ങി. അല്ലേ,
എരക്കല്ലേ, എരച്ചാലേ പിന്നെ പെയ്ത് തീർന്നു പോവും. നിലയ്ക്കുന്നില്ലടാ പന്നി. നീ തിരക്കിയ തെക്കന്മാരെ അണ്ട ഞങ്ങളാ. നീ എന്തുവാ തിന്നുകളയൊന്ന് പറയുന്ന കേട്ട്. ഇതിനേക്കായി മോശം കരയ്ക്ക് ചന്തയിൽ ഉണ്ടയ്ക്ക് ഏറ്റുപിടിച്ചും വന്നയാ. എന്നുവെച്ചാ ഒരുപാട് കണ്ടയാന്ന്. ചൂണ്ടിയാ ചൂണ്ടുവരല് പിന്നെയും കാണത്തില്ല. വന്ന പോലെ അങ്ങ് പോകുന്നതാ നിനക്ക് നല്ലത്. ആലോചിച്ചും മതി. കൈ പൊക്കുന്നതിന് മുമ്പേ കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ട് മതി. കാല് വെച്ച് നടക്കുമ്പോഴേ മനസ്സറിയാതെ എങ്ങണ്ട് മുട്ട് നനയല്ലേ. അതിനു മുമ്പേ നമുക്കൊരു കണക്ക് തീർക്കാനുണ്ട്. അണ്ടേ ഇതെന്റെ പങ്കുകാരനാ. ഞങ്ങൾക്ക് നേരെ പൊങ്ങുന്ന കൈക്ക് കണക്കൊന്നേ ഉള്ളൂ. അടുവന്റെ മോനെ ആണായിട്ട് പറഞ്ഞവന്റെ കരുത്തറിയണമെങ്കിൽ നീ നിന്റെ കുടി ചെന്ന് ചോയിര്. പാടോ. കിടക്കുന്നു കൊണ്ടുപോയി കെട്ടിപ്പൊഞ്ഞു വെച്ചാട്ടെ. ഇവിടെ അങ്ങ് ഒരു തരിയും കണ്ടേക്കരുത്. കൈകൊണ്ട് തല തടവുമ്പോഴ് കുതികാലെ കൊത്തുന്ന ഏനങ്ങള്. നോയിക്കൊണ്ട് നിക്കുവാണോ? എടുത്തോണ്ട് പോയിക്കോണം. ഒരു നിലയും വേണ്ട. വലിയ ന്യായം പറഞ്ഞേച്ചും ഇയാൾ ഇതാണോ കൊച്ചിനെ പഠിപ്പിച്ചേക്കുന്നേ? അല്ലേ തോണ്ടി തിന്നേച്ച് നടക്കേണ്ട ഇനങ്ങളാ. അതിനെ പിടിച്ച് വീട്ടിൽ കയറ്റി എന്നെ വേണം തല്ലാനെ കൊണ്ട്. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ അത് കിടക്കുവോ? അവിടെ നിപ്പ് കണ്ടില്ലേ? ഇറങ്ങടി ഇറങ്ങും കിട്ടവളെ. തൊള്ളേം തന്തേ അറിയാൻ വയ്യാത്ത ജാതിയാ. അയ്യടാ അവിടെ കരച്ചില് കണ്ടില്ലയോ? അവിടെ വായിന്ന് പൂമുത്തെടുത്തോണ്ട് പോയി ആരാണ്ട്. എന്റെ കണ്ണി കണ്ടേക്കരുത്. എന്താ വാടി നിന്ന് പൂങ്കണ്ണീര് പൊഴിക്കുന്നേ? കരച്ചിലും ചിരിയൊക്കെ മനുഷ്യനുള്ള അടി. നീ പന്നിയുടെ ജന്മോ? വടക്കേത്ത മുറ്റത്ത് അടച്ചിട്ട് വളർത്തേണ്ട ഏനം. വായടക്കടി. പറഞ്ഞ കേക്കത്തില്ലയോ നീ? ഈ വീട്ടിൽ നിന്റെ ഒച്ച ഇനിയും കേട്ടേക്കല്ല. വായടക്കാൻ. എനിക്കെന്റെ തർവാങ്കം മറിഞ്ഞു വരുവാ. നിന്റെ കൊങ്ങ കേക്കി കൊല്ലും ഞാൻ. ആരും എന്നെ തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. ഞാൻ ചത്തേക്കാം. പലയിടത്തും പോയി ചത്തേക്കാം. എടി കുഞ്ഞു പറഞ്ഞ കേട്ടില്ലോടി? ചി നിർത്തണേ കൊച്ചാമ്പുറത്തുകാരി. നിന്റെ ഏലക്കം നിർത്ത. എന്റെ കർത്താവേ എന്നെ വെച്ചേക്കല്ലേ. എന്നെ കൊന്നേക്കണേ. കേക്കത്തില്ലോടി? കൊല്ലും. മതി. ഇവിടെ വെച്ച് ആരും തല്ലോ കൊല്ലോ ഒന്നും വേണ്ട. പഞ്ഞക്കാരനായി പോയി കുഞ്ഞ്. പറഞ്ഞിട്ടെന്തുവാ? കഴിവേട് കൊണ്ട വീട്ടിലുള്ള രണ്ടിനെയും പിന്നെ ഈനെയും കൂടി ചെലവിനൊടുക്കുള്ള പാങ്ങില്ലാതായി പോയി. എന്റെ കുഞ്ഞ് പ്രാഗിക്കരുത്. ഈ മനസ്സ് വിചാരിച്ച 3 തലമുറയ്ക്ക് ഗുണം പോവും. അതുകൊണ്ടാ ആ വിചാരമുണ്ടോ ഈ മൂസാട്ടയ്ക്ക്? കഴിഞ്ഞ തവണ വന്നാറെ നീ എന്തുവാ പറഞ്ഞേ? എന്നെ വെറും കൈക്ക് പറഞ്ഞയച്ചില്ലേ അവള്? എന്റെ കർത്താവേ, ഞാൻ അറിഞ്ഞോ എവളുടെ മനസ്സിരിപ്പിതാന്ന്? കുഞ്ഞിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞാനെ കൊണ്ടും മനസ്സിലാവത്തില്ല. ഒരു വളച്ചൂത്തിനകത്ത് അരേ വള്ളി വരിച്ച് മുറുക്കിയ കുഞ്ഞെ ഞങ്ങൾ 3 വയറ് കഴിയുന്ന. ഇളയവക്ക് ചുരം വന്നിച്ച് 4 3 എന്റെ കൊച്ചൊക്കെ കരിവാളിച്ചു പോയില്ലയോ? മരുന്ന് വാങ്ങി കഴിക്കാൻ പോയച്ച് ഇച്ചിരി കഞ്ഞിത്തളി ആറ്റിക്കൊടുക്കാൻ മാർഗമുണ്ടോ എനിക്ക്? എവളിവിടെ രാജകുമാരി കണക്കല്ലയോ കഴിഞ്ഞ്? ഇച്ചിരി തിന്നും കുടിച്ച് എല്ലി പിടിച്ചപ്പോഴേ
ഇരിക്കുന്ന കൊമ്പ് കൊത്താനല്ലേ അവക്ക് തോന്നിയത്. വച്ചേക്കില്ല അവളെ ഞാൻ. എടീ കൊച്ചാപ്പുറത്ത് അപ്പാപ്പാ അപ്പാപ്പന്റെ വിഷമം അറിഞ്ഞേച്ചുവാ പറയുന്നേ. എവളെ ഇനി ഇവിടെ പറ്റത്തില്ല. അപ്പാപ്പൻ എവളെ വിളിച്ചോണ്ട് പോയേ ഒക്കത്തുള്ളൂ. ആന്ന് കുഞ്ഞ്, ആന്ന്. ഞങ്ങൾ വല്ല ആറ്റിച്ചാടി ചത്താലും കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ അത് കൂട്ടാ കുഞ്ഞ് ഞങ്ങളെ കരുതി. എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പുറത്തേക്കണം. ഇവിടത്തെ വടക്കേത്ത് എവിടെ നിഴൽ വിടത്തില്ല. കർത്താവിനാണ് പറയുക, കുഞ്ഞിന്റെ മനസ്സ് പടഞ്ഞ കർത്താവിന് നിരക്കത്തില്ല. അത് ഇവിടുത്തെ വടക്കേത്തല്ല എവള് നിഴല് വീഴ്ത്തിയ ഇവിടുത്തെ ജീവിതത്തിലാ. അപ്പാപ്പൻ നോയിക്കോ, എവിടെ കാല് ചവിട്ടിയടം മുടിയത്തേ ഉള്ളൂ. മനുഷ്യര് തമ്മി തമ്മി കുത്തിച്ചാവും. എടി കൊച്ചാമ്പറമ്പത്തുകാരി, കണ്ണും പൊത്തിന്ന് മിനുക്കാണിക്ക് ഇറങ്ങിക്കോണം. നിന്റെ എന്താന്ന് വെച്ചാ എടുത്തോ. ഇനി ഒരു പൊഴുതിനു വേണ്ടി താമസിച്ചേക്കല്ലേ. പറഞ്ഞ കേട്ടില്ലോടി. അപ്പാപ്പാ എവളെ ഇറക്കിക്കൊണ്ട് പോയിക്കാട്ടെ. ആണ്ടതൊന്ന് നോക്കുന്ന കണ്ടില്ലയോ? ലക്ഷ്യം എവള് ആണുങ്ങളുടെ ചോര കുടിക്കുന്ന ലക്ഷ്യം. കർത്താവേ, പണ്ട് ചാക്കാല വീട്ടിൽ നിന്ന് കൈക്ക് പിടിച്ചോണ്ട് വന്നപ്പോഴറിഞ്ഞില്ലേ പാമ്പിനെ എടുത്ത് തോളത്തോട്ട് വയ്ക്കുന്നതെന്ന്. ചവിട്ടിയോ നെരിച്ചോ കൊല്ലാൻ പറ്റുമോ? അതല്ലയോ. ഇറങ്ങിക്കോ, ഇറങ്ങാൻ. ഇത്രയും നാള് പിഴപ്പിന് തന്ന ആളിന്റെ അടുത്ത് രണ്ട് നല്ല വാക്ക് പറഞ്ഞേച്ച് പോകാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോടി. ആ, എന്താന്ന് വെച്ചാ എടുത്തോണ്ട് ഇറങ്ങ്. നിനക്കൊന്നും എടുക്കാല്ലേടി. എന്നോട് ക്ഷമിക്കണം. എനിക്കും ജീവിക്കണ്ടായോ കൊച്ചമ്മ? അല്ലേ, ഈ സാമാനമൊക്കെ നിന്റെ അല്ലോടി? ഏ, എന്നാ പിന്നെ കുഞ്ഞ് പോവുക. നടക്ക. എടി വാ ഇങ്ങോട്ട്. എടി നടക്കാൻ. എടി നടക്കടി അങ്ങോട്ട്.
നടക്കാൻ പോ അങ്ങോട്ട്.